ഒലിവർ ട്വിസ്റ്റ്. ചാൾസ് ഡിക്കൻസ്. അഗതി മന്ദിരത്തിലെ സർജൻ അവനെ കൈമാറിക്കഴിഞ്ഞു. ആ കുഞ്ഞ് ആദ്യ ശ്വാസം വലിക്കാൻ പണിപ്പെട്ടുകൊണ്ട് ചെറിയ കിടക്കമേൽ കുറേ നേരം കിടന്നു. ആകാംക്ഷ നിറഞ്ഞ ബന്ധുക്കൾ അവന് ചുറ്റും നിന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ മരിച്ചു പോവുമായിരുന്നു. എന്നാൽ അവിടെ ആകെ ഒരു സർജനും പിന്നെ ഒരു വയസ്സിത്തള്ളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തള്ള ആരും കാണാതെ മൂലയ്ക്കൊളിപ്പിച്ചിരുന്ന പച്ചക്കുപ്പിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മോന്തിക്കൊണ്ടിരുന്നതിനാൽ അവരുടെ തല തന്നെ നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. സർജനാണെങ്കിൽ സ്വന്തം കൈ തീയിൽ കാണിച്ച് ചൂടാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അവസാനം ആ ശിശു ഒരു ശ്വാസമെടുത്ത് നല്ല ശക്തിയുള്ള ഒരു കരച്ചിൽ കരഞ്ഞു. വിളറി വെളുത്ത് കിടക്കയിൽ കിടന്നിരുന്ന പെൺകുട്ടി ഒന്നനങ്ങി. എന്നിട്ട് കൈനീട്ടി ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, "ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് മരിച്ചോട്ടെ." "ഓ, നീ മരണത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയോ?" സർജൻ അത്യധികം കരുണ നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. "അതെ." വയസ്സിത്തള്ള അതിനോട് യോജിച്ചു. "എന്നെ നോക്ക്, 13 എണ്ണത്തിനെ പെറ്റതാ, 2 എണ്ണയെ ജീവിച്ചുള്ളൂ. ഒരമ്മയാവൻ എന്തൊക്കെ സഹിക്കണമെന്ന് ഒന്ന് ആലോചിച്ചു നോക്ക്." അവൾ അമ്മയുടെ കൈകളിലേക്ക് ആ കുട്ടിയെ വച്ചുകൊടുത്തു. ആ പെൺകുട്ടി കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഉമ്മ വെച്ചു. കണ്ണു തുറന്ന് ചുറ്റും നോക്കി, ഒന്ന് വിറച്ചു, പിന്നിലേക്ക് മരിച്ചു വീണു. അവർ അവളെ രക്ഷിക്കാനായി ആവതും നോക്കി, കൈയും കാലുമൊക്കെ ചൂടാക്കി. പക്ഷേ എല്ലാം പാഴായി. "എല്ലാം കഴിഞ്ഞു മിസ്സിസ് തിൻകുമ്മി," സർജൻ പറഞ്ഞു. "അതെ, ആ പാവം പോയി," വയസ്സിത്തള്ളയും മറുപടി പറഞ്ഞു. "ഇത് വല്ലാതെ പ്രശ്നമുണ്ടാക്കിയാൽ എന്നെ വിളിക്കണം. കരഞ്ഞാൽ ഇത്തിരി കുറുക്കു കൊടുത്തേക്ക്," തൻ്റെ കയ്യുറകൾ കയറ്റിയിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. കിടക്കക്കരികിലൂടെ കടന്നുപോയപ്പോൾ അയാൾ ഒന്ന് നിന്നിട്ട് പറഞ്ഞു, "കാണാൻ ചന്തമുള്ളൊരു പെണ്ണായിരുന്നു അവൾ." "ആരായിരിക്കും ഇവൾ?" അവർ കാണുമ്പോൾ അവൾ ആ തെരുവിൽ കിടക്കുകയായിരുന്നു. ഷൂസൊക്കെ ആകെ കീറിപ്പറിഞ്ഞിരുന്നു. തിൻകുമ്മി മറുപടി പറഞ്ഞു. "അതെ, പഴയ കഥ." അവളുടെ വിവാഹമോതിരമില്ലാത്ത ഇടത്തെ കൈ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. അയാൾ തൊപ്പിയും ധരിച്ച് പുറത്തേക്ക് പോയി. കുഞ്ഞിനെ ഒരു പുതപ്പിൽ പൊതിഞ്ഞിരുന്നതിനാൽ ആ കുഞ്ഞ് ഒരു കുലീനൻ്റെയാണോ തെണ്ടിയുടേതാണോ എന്നൊന്നും പറയാനാവില്ല. എന്നാൽ ഇപ്പോൾ അവനിട്ടിരിക്കുന്ന പഴയ ചീട്ടിത്തുണി ഉപയോഗിച്ച് പിഞ്ഞിക്കീറി മഞ്ഞ നിറമായതാണ്. അത് കണ്ടാൽ തന്നെ അറിയാം ഒരു അഗതി മന്ദിരത്തിലെ അനാഥനാണെന്നും ജീവിതകാലം മുഴുവൻ അരവയർ നിറച്ചും വഴക്കടിച്ചും അടിമേടിച്ചും എന്നാൽ ആരാലും കരുണ കിട്ടാതെയും കഴിയേണ്ടവനാണെന്നും.